ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു കേക്കാണ്. ആർക്കും എപ്പോഴും ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കേക്കാണ് കേട്ടോ. ഇതിന് നമുക്ക് പാലോ മുട്ടയോ തൈരോ മോരോ ഒന്നും ആവശ്യമില്ല. അതുപോലെ ഓവനോ ബീറ്ററോ ഒന്നും വേണ്ട. നമ്മൾ ചൂടുവെള്ളത്തിലാണ് ഈ കേക്ക് റെഡിയാക്കി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ സ്പെഷ്യലായിട്ടുള്ളൊരു കേക്കാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കും കൂടിയാണ്. അപ്പോൾ ഈ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് കേക്ക് ടീൻ ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. ഏതെങ്കിലും ഒരു സൈസിലുള്ള കേക്ക് ടീൻ എടുത്തിട്ട് നമുക്ക് ആദ്യം ഓയിലോ ബട്ടറോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് മൈദ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കുക കേട്ടോ. എക്സ്ട്രാ വരുന്ന മൈദമാവ് നമ്മൾ കൊട്ടി ഒഴിവാക്കുക. അതെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ഞാനിപ്പോൾ ഒരു പ്രത്യേക ഒരു ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേക്ക് ടീൻ ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. ഇപ്പോൾ അലുമിനിയം ഫോയിലൊന്ന് ഞാനൊന്ന് മടക്കി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ നമ്മൾ കുറച്ച് വലുപ്പത്തിൽ മടക്കിയിട്ട് രണ്ട് പാർട്ടുകളാക്കി കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ഇതും ഒരേ സൈസ് തന്നെ മടക്കി എടുത്തിട്ട് വേണം നമ്മൾ ഇതുപോലെ ചെയ്യാനായിട്ട്. ഇപ്പം 4 ഭാഗങ്ങളായിട്ടാവും നമുക്ക് കേക്ക് ബേക്ക് ചെയ്ത് വരുന്ന സമയത്ത് കിട്ടുക കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. സാധാരണ ഒരൊറ്റ കേക്കാക്കിയിട്ടോ 2 കേക്കാക്കിയിട്ടൊക്കെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അപ്പം ഇങ്ങനെ ആകുമ്പോൾ കാണാൻ കുറച്ചൊരു വെറൈറ്റി ആയിട്ട് തോന്നാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഈ 1.5 കപ്പ് മൈദയിൽ നിന്ന് നമ്മൾ 3 ടേബിൾ സ്പൂൺ മൈദമാവ് മാറ്റിയെടുത്തിട്ട് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ കേക്ക് ഫ്ലോർ ഉണ്ടാക്കുകയാണ് കേട്ടോ. കറക്റ്റ് 3 ടേബിൾ സ്പൂൺ മൈദ അതിന് എടുത്തിട്ട് കറക്റ്റ് 3 ടേബിൾ സ്പൂൺ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു കപ്പിന് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എന്നുള്ള രീതിയിലാണ് കേട്ടോ. അപ്പോൾ 1.5 കപ്പ് ആയതുകൊണ്ട് നമ്മൾ 3 ടേബിൾ സ്പൂണ് ഇട്ടെടുത്തിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. ഇതിലേക്ക് 1/4 കപ്പ് പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെറും 1/4 കപ്പാണ് അത് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കേട്ടോ. ബേക്കിംഗ് സോഡ ചേർക്കുന്ന സമയത്ത് ഒരുപാട് പഴകിയത് ഇട്ട് കൊടുക്കരുത്. അത് ആക്റ്റീവ് ആകാൻ ബുദ്ധിമുട്ടായിരിക്കും. പുതിയ തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ നമ്മളൊരു അരപ്പിയിൽ വെച്ചിട്ട് 1-2 പ്രാവശ്യം നന്നായിട്ടൊന്ന് അരിച്ചിട്ട് നമുക്ക് ഈ മാവൊന്ന് മാറ്റി വെക്കാം. നമ്മൾ 2-3 പ്രാവശ്യം അരിക്കുക എന്ന് പറയുമ്പോൾ അത്രയും നന്നായിട്ട് തന്നെ കേക്ക് സോഫ്റ്റായി കിട്ടും കേട്ടോ. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും മാവിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആകുന്ന അത്രയും കേക്ക് നന്നായിട്ട് തന്നെ വരും. ഇനി നമ്മൾ 1 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഒരുപാട് തിളപ്പിച്ച വെള്ളമല്ല, എന്നാലും ഒരുപാട് തണുത്ത വെള്ളമല്ല, അത്യാവശ്യത്തിന് ചൂടുള്ള വെള്ളം എടുക്കുക. 1 കപ്പ് കറക്റ്റായിട്ട് അളന്നെടുക്കുക. ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊടിക്കാത്ത പഞ്ചസാര ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്താൽ മതി. പൊടിച്ച പഞ്ചസാര ആണെങ്കിൽ കുറച്ചും കൂടെ പെട്ടെന്ന് തന്നെ അലിഞ്ഞു കിട്ടും കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ പഞ്ചസാര പൊടിച്ചത് നമ്മൾ ഈ വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെജിറ്റബിൾ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്കതിന് പകരം ബട്ടറോ സൺഫ്ലവർ ഓയിലോ ഫ്ലേവർലെസ് ആയിട്ടുള്ള ഏത് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ചേർക്കരുത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസാണ് ചേർക്കുന്നത്. വാനില എസൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും എസൻസ് ഒക്കെ ചേർക്കാം. ഞാൻ ഇപ്പോൾ വാനിലിൻ്റെ ഫ്ലേവറും അതുപോലെ തന്നെ ചോക്ലേറ്റിൻ്റെ ഫ്ലേവറുമാണ് കൊടുക്കുന്നത്. അതല്ല നിങ്ങൾക്ക് ഏത് ഫ്ലേവറിലും ഈ കേക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിട്ടുള്ള മൈദയുടെ ആ മിക്സ് കുറേശ്ശായിട്ട് ഇട്ടിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്നിച്ചിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കട്ട കെട്ടാതെ വേണം നമുക്കിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ കുറേശ്ശെ ഇട്ടിട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇത് യോജിച്ച് കിട്ടും കേട്ടോ. അതുകൊണ്ട് അത് നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ 2 പാർട്ടായിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിന് നമ്മൾ ബട്ടർ മിൽക്കോ അല്ലെങ്കിൽ പാലോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത്രയും ഒരു തിക്കായിട്ടാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ്. 1 കപ്പ് വെള്ളത്തിന് 1.5 കപ്പ് മൈദാവൊക്കെ ഒരു കറക്റ്റായിട്ടുള്ള അളവാണ് കേട്ടോ. അപ്പോൾ അളവ് മെഷർമെൻറ്റൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി ഇതിൽ നിന്ന് പകുതി ഞാനൊന്ന് മാറ്റുന്നുണ്ട്. ഞാൻ ആ മാവ് അരിച്ച ആ ഒരു പാത്രത്തിലേക്ക് തന്നെയാണ് പകുതി മാവ് മാറ്റിയിട്ടുള്ളത്. ഇനി ഒരു പാത്രത്തിലേക്ക് ഞാൻ ചോക്ലേറ്റ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചോക്ലേറ്റ് ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്.
1 ടേബിൾ സ്പൂൺ 1.5 ടേബിൾ സ്പൂണൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. നല്ല ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. ഇനി കുറച്ച് കട്ടിയാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണോ നിങ്ങൾക്ക് ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കി എടുക്കാം. ഇപ്പം നമുക്ക് 2 ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വിനാഗിരിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. വിനാഗിരിയോ അല്ലെങ്കിൽ ലെമൺ ജ്യൂസോ നിങ്ങൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ശരിക്കും 1 ടീസ്പൂണാണ് വേണ്ടത്. അതിൽ 1/2 ടീസ്പൂൺ ഒരു ബൗളിലേക്കും 1/2 ടീസ്പൂൺ ഒരു ബൗളിലേക്കുമാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. ഒന്നിച്ചുള്ള മാവാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ എടുക്കുക കേട്ടോ കറക്റ്റായിട്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്ക് ടിന്നിൻ്റെ ഒരു പാർട്ടിലേക്കായിട്ട് ഞാൻ മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചോക്ലേറ്റിൻ്റെ മാവ് 2 ഭാഗത്തായിട്ട് ഒഴിക്കുന്നുണ്ട്. ആ ചോക്ലേറ്റ് മിക്സ് കേട്ടോ. ഇനി വാനില മിക്സ് നമ്മൾ മറ്റ് 2 ഭാഗങ്ങളായിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ കേക്ക് നമ്മൾ ബേക്കായി വരുന്ന സമയത്ത് നല്ല ഭംഗിയുണ്ടാവും കാണാൻ കേട്ടോ. അല്ലാണ്ട് ടേസ്റ്റിലൊന്നും ഒരു വ്യത്യാസമില്ല, കാണാൻ മാത്രമേ ഒരു ഭംഗിയുള്ളൂ കേട്ടോ. ടേസ്റ്റ് നമ്മൾ വാനില ചോക്ലേറ്റ് കേക്ക് കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്. ഇനി ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ഭാഗങ്ങളായിട്ട് വേണമെങ്കിൽ ഇതുപോലെ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ചെയ്യുക. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം പോലെ ചെയ്താൽ മതി. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാനിലിൻ്റെ മാത്രം ഫ്ലേവറായിട്ട് അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ ചോക്ലേറ്റിൻ്റെ മാത്രം ഫ്ലേവറായിട്ടൊക്കെ ചെയ്യാം കേട്ടോ. ഈ ഒരു ക്വാണ്ടിറ്റി തന്നെ എടുത്താൽ മതി. നമ്മൾ കേക്ക് ടിന്നിലേക്ക് മാവ് ഒഴിച്ചിട്ടുണ്ട്. 2 ഭാഗം ഞാൻ വാനില, അതുപോലെ 2 ഭാഗം ചോക്ലേറ്റ് അങ്ങനെ തന്നെയാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ കേക്ക് ടിന്ന് നന്നായിട്ട് തട്ടി കൊടുക്കുക. ഈ സമയത്ത് തന്നെ നമ്മൾ സ്റ്റൗവിൽ ഒരു പഴയ ചട്ടി ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഞാനൊരു തട്ടും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്കാണ് ഞാൻ ഈ കേക്ക് ടിന്നെ ഇറക്കി വെക്കുന്നത്. നിങ്ങൾ കുക്കറിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ വലിയ വട്ടപാത്രം എടുത്തിട്ട് അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. നിങ്ങൾ ഏത് പാത്രത്തിൽ വേണമെങ്കിലും ചെയ്യാം. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് എന്തായാലും ഒരു 30 മിനിറ്റ് ടൈം നമ്മൾ എന്തായാലും കൊടുക്കണം. അപ്പോൾ 30 മിനിറ്റിന് ശേഷമാണ് ഞാനിപ്പോൾ തുറന്ന് കാണിക്കുന്നത്. നമ്മുടെ കേക്ക് നന്നായിട്ട് തന്നെ ബേക്കായിട്ടുണ്ട്. ഇനി നമുക്കൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കാം കേട്ടോ, വെന്തിട്ടുണ്ടോ ഇല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ട് തന്നെ. അപ്പോൾ ഒരു കറക്റ്റ് 30 മിനിറ്റ് ആയപ്പോൾ തന്നെ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങളുടെ ഓവനിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 180 ഡിഗ്രിയിൽ ഒരു 30 മിനിറ്റ് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ തുറന്ന് നോക്കുക. എന്നിട്ട് കേക്ക് ബേക്കായിട്ടില്ലെങ്കിൽ ഒരു 5 മിനിറ്റും കൂടെ കൊടുക്കുക. അതൊക്കെ ഓരോരുത്തർ ഇതിനനുസരിച്ചിട്ടായിരിക്കും കേട്ടോ, ഓവനനുസരിച്ചിട്ടായിരിക്കും. അപ്പോൾ നമ്മൾ കേക്ക് ടിന്നിൽ നിന്ന് ചൂടാറിയതിന് ശേഷം കേക്ക് റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ ആയിട്ടുണ്ട് കേട്ടോ. പരന്ന പാത്രം ആയതുകൊണ്ടാണ് ഇത്രയും പൊങ്ങിയിട്ടുള്ളൂ. ചെറിയ ടിന്നാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നല്ല ഹൈറ്റിൽ തന്നെ കേക്ക് പൊങ്ങി വരും. വലിയ പാത്രം ആയതുകൊണ്ടാണ് കുറച്ച് പരന്നിട്ടാണല്ലോ കേക്ക് ഇരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കേക്ക് ടിന്നിനനുസരിച്ചായിരിക്കും. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല കേക്കാണ് കേട്ടോ. വെള്ളത്തിൽ ചെയ്താണെന്നൊന്നും ഒരിക്കലും പറയൂല. അപ്പോൾ നമുക്ക് മുട്ടയും പാലും ഒന്നും ഇല്ലെങ്കിലും നല്ല അടിപൊളി കേക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ആ ഒരു അലുമിനിയം ഫോയിലിൻ്റെ ആ ഒരു ഇതൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും 4 പാർട്ടായിട്ടാണ് കേക്ക് ഇരിക്കുന്നത്. കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇനി ഇതിന് പ്രത്യേകിച്ച് ഡെക്കറേഷൻ്റെ ആവശ്യമൊന്നുമില്ല. എന്നാലും ഞാൻ ആ ഒരു ഗ്യാപ്പിൽ ഞാൻ കുറച്ച് ചോക്ലേറ്റിൻ്റെ സ്പ്രിങ്കിൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാണാനൊരു ഭംഗിക്കാണ്. പിന്നെ കുട്ടികൾക്ക് കഴിക്കുന്ന സമയത്താണെങ്കിലും അത് മിക്സ് ചെയ്തിട്ട് കഴിക്കാനാകുമ്പോൾ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിടണം എന്നൊരു നിർബന്ധമില്ല. ഇത് ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് ഇടണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര പൊടിച്ചത് വേണമെങ്കിൽ മുകളിലൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു കേക്കാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇത് നമുക്ക് നിങ്ങൾ ഫ്രോസ്റ്റിംഗ് ചെയ്യുന്ന കേക്കാണെങ്കിലും അതിൻ്റെ ബേസായിട്ടൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. ഇതുപോലെ വെള്ളത്തിൽ തന്നെ ചെയ്യാം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യണം. അതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെയാണ്. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ, ബൈ.